ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടിട്ട് പോകാളെ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനയും നവ്യേനെയാണ്. അങ്ങനെ നമ്മുടെ നവ്യ പറയും, എനിക്കൊരു പ്രതീക്ഷയില്ല, എന്നെ നീ അവഗണിച്ചോ, പക്ഷെ ജനിക്കാൻ പോകുന്നത് നിന്റെ കുഞ്ഞ, ആ ബോധം നിനക്കുണ്ടെങ്കിൽ, ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നീ ആ ഒരു ഇതെങ്കിലും നീ കാണിക്കൂ, കുറച്ച് സ്നേഹമെങ്കിലും കൊടുക്ക്. അത് പിന്നെ എൻ്റെ ഉള്ളിൽ തീരാത്ത സ്നേഹമുണ്ട് നവ്യ, പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. ആര് പറഞ്ഞു നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന്? നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നെ പ്രേമിച്ച സമയത്ത് എന്തൊക്കെ പ്രകടനങ്ങളാണ് നീ കാണിച്ചിരുന്നത്. അതുകൊണ്ടല്ലേ നിന്റെ ഏട്ടനെ അവഗണിച്ച് നിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങി വന്നത്. നിന്നെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്നവർ ചുരുക്കവാ, പക്ഷെ ആ സ്നേഹം അഭിനയമാണെന്ന് മാത്രം. ഓ, എന്തൊരഭിനയം, അഭിനയം മാത്രം. എന്നിട്ട് ഡയമണ്ടിന്റെ മോതിരം, മാല, എന്തൊക്കെയായിരുന്നു. കല്യാണത്തിന് ശേഷം ഒരു വെള്ളി മോതിരമെങ്കിലും നീ മനസ്സറിഞ്ഞ് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എടി, അത് പിന്നെ എനിക്കത് തരക്കേടില്ലാത്ത സാമ്പത്തികം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തൊഴിലാളി അല്ലായിരുന്നു. 2-3 ബ്രാഞ്ചിന്റെ മേൽനോട്ടം എനിക്കായിരുന്നു. അവിടെ നിന്ന് അഴിമതി കാണിച്ചു, അതുകൊണ്ടല്ലേ നിന്നെ തരം താഴ്ത്തിയത്. അതിനൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ നീ നോക്കിയിരുന്ന ബ്രാഞ്ച് ഇപ്പൊ പൂട്ടേണ്ടി വന്നേനെ. എനിക്ക് വയ്യ എൻ്റെ പൊന്നു നവ്യെ, വഴക്കിടാൻ അത്രയ്ക്ക് വിഷമിച്ചാ ഞാൻ വന്നേക്കുന്നത്. അയ്യോ, എന്തു പറ്റി? നീ ഇപ്പൊ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. നീ വെറുതെ മനുഷ്യന്റെ തലയ്ക്ക് ചൂട് പിടിപ്പിക്കാതെ മിണ്ടാതിരിക്കുക, എന്റെ തലയാകെ വെട്ടി തിളച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോയി കേട്ടോ. നവ്യാണെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഏത് നേരവും വഴക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നമ്മുടെ നവ്യയുടെ ജീവിതത്തിൽ. അതുപോലെ 7-ാം മാസം വരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു സങ്കടവും വിഷമവും ഒക്കെയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജലജനെയാണ്. അപ്പം ജലജ ഇങ്ങനെ കിടക്കാൻ പോകുമ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു, ഇതെന്ത് പറ്റി, നീ നേരത്തെ കിടക്കാൻ പോവാണോ? ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. ചൂടത്ത് ആരെങ്കിലും നേരത്തെ കിടക്കൂ? എന്ന് മാത്രമല്ല, നിന്റെ മുറിയിൽ നല്ലതുപോലെ AC വർക്കാവുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ പറ്റിയത്? നിനക്കെന്താ ഇത്ര ചൂട്? അത് പിന്നെ മുറിക്കകത്തെ ചൂടിനേക്കാൾ മനസ്സിനകത്താ ചൂട്. വെട്ടി തിളയ്ക്കുക. മനസ്സിനകത്ത് അത്യാഗ്രഹം കൂടിയാൽ അങ്ങനെ ആയിരിക്കും ജലജ. ചൂട് വരും, ചൂട് കൂടും. അതെ, ഒരിക്കലും ശാന്തമാവത്തില്ല, എപ്പോഴും ചുട്ട് പൊള്ളിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. നാളെ എൻ്റെ മരുമകളുടെ അല്ല, നിന്റെ മരുമകളുടെ 7-ാം മാസമോ? അത് നീ മറന്നുപോയോ? പിന്നെ 7-ാം മാസം എന്താ, അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നില്ലേ അവളെ വിളിക്കാൻ വേണ്ടി? അവരെല്ലാവരും പലഹാരമായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് അത് പിന്നെ അതിന് ഞാൻ അഭിനെ കൊണ്ട് മേടിപ്പിച്ചോളാം ബേക്കറിന്ന്. അഭിയോട് പറയാം. ബേക്കറിന്ന് മേടിക്കാനോ? ഇതെന്താ ജലജ നീ പറയുന്നത്? ഞാനും ഈ വീട്ടിലെ മരുമകളാ. എന്നെ വിളിക്കാൻ എൻ്റെ വീട്ടുകാർ വന്നപ്പം ഈ പാവം അമ്മ ഇവിടെ കിടന്ന് എല്ലാം ചെയ്തത് നിനക്കറിയാലോ. അതൊക്കെ പഴയ കാലമല്ലേ ഏടത്തി. ഇപ്പോഴത്തെ തലമുറ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. പിന്നെന്താ? എന്നാ പിന്നെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ജലജ. അതുകൊണ്ട് മര്യാദയ്ക്ക് എനിക്കൊപ്പം വന്നേ, എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് നീ കിടന്നാ മതി. ഓഹോ, അത് കൊള്ളാലോ. എൻ്റെ അടുത്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതിനേക്കാൾ ക്ഷീണം ഓർഡർ എനിക്ക്. ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാ ഇവിടെ നിൽക്കുന്നത്. വലിയൊരു സർജറി അല്ലേ കഴിഞ്ഞത്. എന്നിട്ട് ആ ബോധം എനിക്കുണ്ടല്ലോ. പിന്നെ എന്ത് ക്ഷീണം അടി നിനക്കുള്ളത്? എനിക്കില്ലാത്ത ക്ഷീണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വരാൻ നോക്ക്. വന്ന് മര്യാദയ്ക്ക് എല്ലാം ഉണ്ടാക്കാൻ കൂടിക്കോ. നിന്റെ മരുമകളുടെയും മകന്റെയും ചടങ്ങ നാളെ നടക്കാൻ പോകുന്നത്, അത് നീ ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അടുക്കളയിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ജലജയ്ക്ക് പണി ചെയ്യാൻ ഇപ്പം തൽക്കാലം മടിയാണ്. അതാണ് പുള്ളിക്കാരി പുറത്തുനിന്ന് മേടിക്കാന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ദേവയാനി സമ്മതിക്കുമോ? ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ നന്ദാവനമാണ് കേട്ടോ. അങ്ങനെ നന്ദാവനത്തിൽ ഇങ്ങനെ നമ്മുടെ കനകദുർഗ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യപ്പം ചുടുന്നു, അച്ചപ്പം ചുടുന്നു, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗോവിന്ദനും അടുത്തിരിപ്പുണ്ട്. ഗോവിന്ദൻ പറഞ്ഞു, അതെ, ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആദർശിന് അറിയാമോ കനകെ? ആദർശിന് അറിയാമോന്ന് എനിക്ക് എങ്ങനെ അറിയാനോ ഗോവിന്ദേട്ടാ? ആദർശിന് അറിയാൻ വഴിയൊന്നുമില്ല. പിന്നെ അറിയാനുള്ള സാധ്യത ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ നയനമോൾ അമ്പലത്തിൽ വന്നപ്പം ആദർശം കൂടെ കാണേണ്ടതല്ലേ? അല്ല, പിന്നെ ഇത് എപ്പോഴാ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ കൂട്ടായെന്ന് എനിക്കറിയില്ലാത്ത കനകെ. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ അറിയണമെങ്കിൽ ഈ നാടകം പൊളിക്കണം, പൊളിച്ച് കൈ കൊടുക്കണം. നമ്മുടെ മോള് തന്നെ നമ്മളോട് സത്യം പറയണം. അതെങ്ങനെയാ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നേ? അതിനൊക്കെ സാഹചര്യം വരും ഗോവിന്ദേട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തണം. അല്ല, എല്ലാം നമ്മുടെ മോള് നമ്മളോട് പറയുന്നല്ലേ, പിന്നെ ഇത് മാത്രം അവൾ അടക്കി പിടിച്ച് നടക്കുന്ന എന്തിനാ? അതാ ഞാൻ പറഞ്ഞത്, അവളെ ഒന്ന് പറ്റിക്കണമെന്ന്. നന്ദുക്കുട്ടനും അത് തന്നെയാ പറഞ്ഞത്, അവളെ ഒന്ന് പറ്റിക്കണമെന്ന്. ഏതായാലും നാളെ രാവിലെ അവൾക്ക് കുളിക്കാന്നല്ലേ പറഞ്ഞത്.
7ാം മാസത്തിന്റെ ചടങ്ങില് അവള് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ, നോക്കിയിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി കേട്ടോ. മോൾ അങ്ങോട്ട് വരുന്നത് ഹനാമിക്ക് ഇഷ്ടപ്പെടില്ല, അതറിയാലോ. എന്ന് വെച്ച് എല്ലാ ചടങ്ങിനും നമ്മുടെ മോളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂ ഗോവിന്ദേട്ട? അങ്ങനെ പറ്റത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കൊണ്ടുപോകണം. ഇത് അവളുടെ ചേച്ചിയുടെ 7ാം മാസ ചടങ്ങല്ലേ, അതിന് അവളെ മാറ്റി നിർത്തുന്നത് എന്തിനാ? അതിനിപ്പോ ചിക്കൻ ബോക്സ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പങ്കെടുക്കില്ലായിരുന്നു. ഇതിപ്പോ ചിക്കൻ ബോക്സ് വന്നത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. ആ, ഇനിയിപ്പൊ അവളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനിയിപ്പൊ അതിന്റെ പേരിൽ മൂർത്തി സാരും അമ്മയൊക്കെ കുറ്റപ്പെടുത്തില്ലേ? ആ, അത് ശരിയാ. അപ്പോഴും ജോത്സ്യം പറഞ്ഞത് മനസ്സിൽ കിടക്കുക കനകെ, അതങ്ങോട്ട് പോകുന്നില്ല. അവള് സ്നേഹിച്ച പുരുഷനെ തന്നെ അവള് കെട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജോത്സ്യം പറഞ്ഞത് കൊണ്ട് അതിനുള്ള സാഹചര്യം പരമാവധി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഗോവിന്ദേട്ട, കുറച്ചു ദിവസം കഴിഞ്ഞാല് നമ്മുടെ നന്ദൂട്ടൻ ട്രെയിനിങ്ങിന് പോകൂലേ? പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഗോവിന്ദേട്ട. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നാളെ എന്തായാലും അവിടെ ഫംഗ്ഷൻ നടക്കുമ്പം നമ്മൾ പോകും. അതുമാത്രമല്ല, എൻ്റെ കണ്ണ് നയന മോളുടെയും ആദർശ മോന്റെ അമ്മയുടെ മുഖത്തായിരിക്കും. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കഥ പറയുന്നുണ്ടോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. കുറച്ച് കളികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ ഈ കള്ളക്കളി പൂട്ടി താക്കോലും എടുത്ത് എൻ്റെ കയ്യിൽ വെക്കണം. അതിനാ ഞാൻ ഇത്ര പാടുപെടുന്നതെന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അച്ചപ്പൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി അതുപോലെ തന്നെ ജാനകിയൊക്കെ ചേർന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ നയനി അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ നമ്മുടെ ജലജ. ജാനകി അപ്പോഴാട്ടോ വരുന്നത്. ജാനകി അപ്പോഴാ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ജാനകിക്ക് ഇതൊന്നും കണ്ടിട്ട് സൂഹിക്കുന്നില്ല. തൊട്ടടുത്ത് നമ്മുടെ നയനെ നിന്ന് ഇതെല്ലാം കാണുകയാണല്ലോ നമ്മുടെ ദേവയാനി ചുടുന്നത്. അപ്പം പെട്ടെന്ന് ദേവയാനി നയനെ കണ്ടിട്ട് ചോദിച്ചു, അതെന്താ നീ ഇതൊക്കെ നോക്കി നിൽക്കുന്നത്? നിനക്ക് അവിടെ എങ്ങാനും പോയി ഇരിക്കത്തില്ലേ? അവൾ ഉണ്ടാക്കി വെക്കുന്നൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുമായിരിക്കും എന്ന് ജലജ. അപ്പൊ നയന പറഞ്ഞു, അത് പിന്നെ എനിക്ക് കൊതിയൊന്നുമില്ല. എങ്കിൽ പിന്നെ മറ്റുള്ളവര് ജോലി ചെയ്യുന്നത് കണ്ട ആസ്വദിക്കുമായിരിക്കും, പ്രത്യേകിച്ച് അമ്മായിയമ്മ എന്നിങ്ങനെ ജാനകി പറഞ്ഞു. അപ്പൊ നയന പറഞ്ഞു, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞതാണല്ലോ, എനിക്ക് ഈ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല. ഇനിയിപ്പോ ഒറ്റയ്ക്ക് വരട്ടയ്ക്കൊന്നും ചെയ്യണ്ട. നീ കൂടുതൽ അടുക്കളപ്പണി ചെയ്യണ്ട. അടുക്കളപ്പണിയുടെ നേതൃത്വം മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പൊക്കൂടെ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, അത് പിന്നെ അമ്മയെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട. അനന്തപുരി തറവാട്ടിലെ വീട്ടിനകത്ത് പുറത്തെ ആൾക്കാരില്ലെന്ന് ചിലരൊക്കെ പറയുമായിരിക്കും. പക്ഷെ 3-4 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പുറത്തുനിന്നൊരു ജോലിക്കാരിനെ വെക്കുന്നത്? അത് മാത്രമല്ല, ഇവിടുത്തെ ആണുങ്ങൾക്ക് ഇഷ്ടം ഇവിടുത്തെ പെണ്ണുങ്ങള് ജോലി ചെയ്യുന്നതാ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, എല്ലാവരും ഉണ്ടെങ്കിൽ 3-4 പെണ്ണുങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഈ ഒരു അടുക്കള പണിയൊക്കെ ചെയ്യുന്നതല്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, എല്ലാവരും ചെയ്തോളാം, നീ കൂടുതൽ ചെയ്യേണ്ടെന്ന ഏടത്തി പറഞ്ഞ്, നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ വന്ന ഉടനെ, ആഹാ, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്തു പറ്റി? നാളത്തെ ചടങ്ങിന് വേണ്ടിയാണോ എന്നിങ്ങനെ സന്തോഷത്തോടെ ചോദിച്ചപ്പം, അതെ നാളത്തെ ചടങ്ങിന് വേണ്ടിയാ, എല്ലാം എടുത്ത് ടേസ്റ്റ് നോക്ക്, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ എന്നിങ്ങനെ ജലജ പറഞ്ഞപ്പം എനിക്കറിയാം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന്. അല്ല, ഞാൻ അമ്മായി പറയുന്ന കേട്ടതല്ലേ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന്. പിന്നെ എൻ്റെ അമ്മായിയമ്മ പ്രത്യേകിച്ച് ഇത് പറയുമൊന്നും വേണ്ട, എൻ്റെ അമ്മായി പറഞ്ഞു അതെടുത്ത് കഴിച്ചോളാന് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞായിരുന്നു കേട്ടോ നവ്യയോട് അതെടുത്ത് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ നവ്യ എടുത്ത് ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മായി എല്ലാം മുന്നിൽ നിന്ന് ചെയ്തതുകൊണ്ട് പലഹാരം സൂപ്പർ ആയിട്ടുണ്ട്, അമ്മായിയുടെ കൈപ്പുണ്യമുണ്ട്. പിന്നെ മടി കാണിച്ച എൻ്റെ അമ്മായിയമ്മനെ അടുക്കള കയറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അമ്മായി. അപ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു, എനിക്കൊരു കൊച്ചുണ്ട്, മോള് വീട്ടിൽ പോയിരിക്കുക, നാളത്തെ ഫംഗ്ഷന് വരുമോന്നറിയില്ല, അവളും അവളുടെ വീട്ടുകാരും വരാത്ത നല്ലത്. അതെന്താടി നവ്യ നീ അങ്ങനെ പറഞ്ഞത്? അതെങ്ങനെ ശരിയാകും? നിങ്ങളുടെ രണ്ടിനം പോലെയല്ല എൻ്റെ മരുമകൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്, കൈ നിറയെ സ്വർണ്ണമായിട്ടാ. എൻ്റെ പൊന്ന് ഇളയമ്മ, ഞാൻ അവളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കുടുംബ കലഹ ഉണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ടാ പലതും മറച്ചു വെക്കുന്നത്. പിന്നെ കുറെ മറച്ചു വെച്ചു. എന്ത് മറച്ചു വെച്ചു? എന്താടി നിനക്ക് പറയാനുള്ളത്? അവളെ കുറിച്ച് ഒന്നും പറയാനില്ലടി, അവള് നല്ല മരുമകളാ. അപ്പൊ നമ്മൾ ജലജ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടിനേക്കാളും വളരെ മുകളില അനാമിക മോള്. അതെ, ആയിക്കോട്ടെ, ഞങ്ങൾ അവളെക്കാളും ഒരുപാട് താഴെയാ. അത് നീ പറയേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാം നവ്യേ, എനിക്കുൾപ്പെടെ എല്ലാവർക്കും. അപ്പൊ നയന പറഞ്ഞു, നാളെ എൻ്റെ ചേച്ചി പ്രസവത്തിന് എൻ്റെ വീട്ടിലേക്ക് പോവല്ലേ, ആ സമയത്തെങ്കിലും സ്വന്തം മരുമകളെ കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞൂടെ? അയ്യോ, അങ്ങനെ പറയാൻ മാത്രം നിനക്കും ഇവക്കും വലിയ മഹത്വമൊന്നും ഇല്ലടി, പിന്നെ എങ്ങനെയാടി ഞാൻ പറയുന്നത്? അപ്പൊ നവ്യ പറഞ്ഞു, അല്ല, അമ്മയ്ക്കും മോനും മഹത്വം ഉണ്ടല്ലോ, വേണ്ടുവോളം. 7ാം മാസമായിട്ടേ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചല്ലോ, അമ്മയും കാണിച്ചു, മോനെയും കാണിച്ചു. എൻ്റെ നയന് മേടിച്ചു തന്ന സാരി നിങ്ങൾക്ക് മേടിക്കാൻ തോന്നിയോ? 4 അണയുടെ സമ്മാനം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? അമ്മയും മോനും.
അതെ, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ നവ്യെ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞ് മടങ്ങി വന്നാൽ മതി, ഇല്ലെങ്കിൽ നീ അവിടെ തുടർന്നോ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാന്? അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നവ്യക്ക് ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, ഞാൻ മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതൊക്കെ എന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയും മുന്നിൽ രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കേണ്ട. അനന്തപുരി തറവാട്ടിലെ കുഞ്ഞിനെയും ഞാൻ പ്രസവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ വളരും, അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഈ നവ്യയോട് കളിച്ചു കഴിഞ്ഞാലേ നവ്യ കളി പഠിപ്പിക്കും, അതേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ഇച്ചിരി സന്തോഷമായിട്ടോ. ദേവയാനി ഇങ്ങനെ നിന്ന് ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. അതെ, ഇനി അടുക്കളയിൽ ഒരു ബഹളം വേണ്ട, രണ്ടാളും പുറത്തു പോയേ. രണ്ടാളും നിന്നിട്ടല്ലേ അടുക്കളയിൽ ബഹളം വരുന്നത്. നവ്യേ, നയനെ പോക്കെ, വെളിയിലേക്ക് പൊക്കെ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നയനെ ഇങ്ങനെ കണ്ണും കൊണ്ട് കാണിച്ചു കേട്ടോ ദേവയാനി. അപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ തലകുലുക്കിയിട്ട് രണ്ടാളും പുറത്തേക്ക് പോവാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ദേവയാനിയും നയനയും കൂടി എന്തൊക്കെ കളി കളിച്ചാലാണോ ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജയോടും ജാനകിയോടും പറഞ്ഞു, നോക്കി നിൽക്കാതെ ബാ, വന്ന് പണിയാൻ കൂടെ. ഞാൻ പറഞ്ഞത് നിങ്ങളെയും കൂടെ കൂട്ടി ഇവിടെ 3-4 പെണ്ണുങ്ങളുണ്ടെന്ന്, വന്ന് പണിയാൻ കൂടാൻ പറഞ്ഞപ്പോഴത്തേക്കും ജാനകിയും ജലജ ഫ്രണ്ടിലേക്ക് വന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെയും വേണുവിനെയും അതുപോലെ തന്നെ അനാമികേനെയാണ്. അങ്ങനെ നമ്മുടെ രേവതി വേണുവിനോട് പറയാം, അനിയുടെ അമ്മ മാറി തിരിഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക, നാളെ 7ാം മാസത്തെ ചടങ്ങിന് അങ്ങോട്ട് ചെല്ലാന്. അവര് വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല രേവതി, ഇത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരിങ്ങനെ എപ്പോഴും വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പം അവരുടെ മരുമോള് പങ്കെടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ടാണ് അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് നമ്മൾ ചെല്ലാന്. അതുമാത്രമല്ല, അത് നമ്മുടെ മോളുടെ അഹങ്കാരമായിട്ട് അവർ ചിത്രീകരിക്കുകയും ചെയ്യും. അല്ല, എങ്കിൽ നമുക്ക് പോയാലോ? പോയിട്ട് വേണം ഇനിയിപ്പോ അവിടെ പോയി കിടന്ന് നെട്ടോട്ടം ഓടാൻ വേണ്ടി. 1-2 തവണ പോയപ്പം എന്താ അവസ്ഥ എന്ന് അറിയാലോ, പിന്നെ എന്തിനാ പോകുന്നത്? ദേവയാനി പോലും പണി പറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു, വല്യമ്മയൊന്നും അല്ല പണി പറ്റിക്കുന്നത്. വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഓരോന്ന് കലർത്തുന്നത് അവൾമാരാ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവൾമാർ അവിടുന്ന് പോയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. ഇനിയിപ്പം മൂത്തവളുടെ പ്രസവം ആയതുകൊണ്ടേ നയന വന്നും പോയൊക്കെ നിൽക്കും, അതായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ അവള് വലിയ ഡിസൈനർ ആയതുകൊണ്ട് പകല് മുഴുവൻ ഓഫീസിലായിരിക്കുമല്ലോ, വീട്ടിൽ കാണത്തില്ലല്ലോ. ഇനി അതുകൊണ്ട് അവളെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം പറയാം, മോളൊന്ന് പോകുന്നത് നല്ലതാ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നല്ലതാ. ചിക്കൻ ബോക്സ് വരി വരുമല്ലോ എന്ന് നോക്കട്ടെ. അവള് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയിരിക്കും. അവള് വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. അവള് വരുമ്പം ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, ചിക്കൻ ബോക്സ് ബാധിച്ചിടത്തേക്ക് പോകുന്നത് ശരിയാണോ മോളെ? ഒന്നാമത് വലിയ ചൂടാണ്, അത് പകരാനോ അതിലും വലിയ എളുപ്പമാണ്. അവക്ക് രോഗം വന്നപ്പം അവള് ദൈവകോപമല്ല ദേവിയുടെ അനുഗ്രഹമാണെന്ന് അവളുടെ ചേച്ചി വിളമ്പിക്കൊണ്ട് നടക്കുന്നത്. വെറുതെ തർക്കിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. ചിക്കൻ ബോക്സ് ദേവിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയാറുണ്ട് മോളെ, അത് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ്. പക്ഷെ അത് ചിക്കൻ ബോക്സ് മാറുമ്പോൾ മുഖത്തുള്ള പാട് നോക്കിയിട്ടാണ് നമ്മൾ അതിന് പറയുന്നത്. വെളുത്ത പാടാണെങ്കിൽ നല്ലതാണെന്നും കറുത്ത പാടാണെങ്കിൽ ചീത്ത പാടാണെന്നും എന്നാ പറയുന്നത്. അവളുടെ മുഖത്ത് വെളുത്ത പാടാണെങ്കിലും മനസ്സ് നിറയെ കറുത്ത പാടല്ലേ അമ്മേ? അത് ശരിയാ. മോള് നാളെ ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് ശ്രദ്ധിക്കും, എല്ലാവരും ഇത് ചർച്ചയാക്കുകയും ചെയ്യില്ലേ? ആ സമയത്ത് എല്ലാവരും പരസ്പരം പറയട്ടെ, അതിന് കാരണം നന്ദു എന്ന് പറഞ്ഞവളാണെന്ന്. അപ്പം നാളെ മോള് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലമ്മേ, ഒരു കാര്യം ഉറപ്പാ, ഈ ചിക്കൻ ബോക്സ് ബാധിച്ച അവസ്ഥയിലും അവൾ പങ്കെടുക്കുവാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അനി പറഞ്ഞിട്ടാണെന്ന്. അങ്ങനെയെങ്കിൽ അവർ തമ്മിൽ ഇപ്പോഴും അരുതാത്ത ബന്ധമുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും. അത് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ എണീറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു, അനിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ നമ്മുടെ മോൾക്ക് താല്പര്യമില്ല, പക്ഷെ ഹനിയും നന്ദുവും തമ്മിൽ കൂട്ടുകൂടുന്നവർക്ക് ഇഷ്ടമല്ല. അതല്ലേ വേണുമായിട്ട് അവളെപ്പോഴും പറയുന്നത്. അവളെപ്പോഴും പറയാറുള്ളതല്ലേ, അവള് പോയാലും നന്ദു ആ വീട്ടിലേക്ക് കയറാൻ അവള് സമ്മതിക്കില്ല എന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകദുർഗനെയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കനക പറയുക, നാളെ നമ്മള് നവ്യമോളെ വിളിച്ചുകൊണ്ട് വരികയല്ലേ, നയനമോളെയും കൂടെ നമ്മൾ വിളിച്ചുകൊണ്ട് വരണം. അതെന്തിനാ? അതെ, 1-2 ദിവസം 2 ചേച്ചിമാരും കൂടെ വേണമെന്ന് നന്ദുമോള് ആഗ്രഹം പറഞ്ഞു. അല്ല, ആദർശ് അതിന് സമ്മതിക്കുമോ? 1-2 ദിവസമല്ല, ഒരാഴ്ച മോള് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാലും ആദർശ് മോൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. പക്ഷെ അവിടെ ഇപ്പൊ സമ്മതിക്കാത്ത ഒരേ ഉള്ളൂ, ആദർശ് മോന്റെ അമ്മ. ദേവയാനി സമ്മതിക്കുമോ എന്നാ എനിക്ക് സംശയം. അല്ല, ഗോവിന്ദേട്ടന് ഓർമ്മയുണ്ടോ മോൾക്കിടയ്ക്ക് ചെറിയൊരു തലവേദന വന്നത്? അപ്പൊ മോളുമായിട്ട് ഞാൻ സംസാരിച്ചു. അന്ന് നയനമോൾ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ ആദർശ് മോന്റെ കാര്യം പറഞ്ഞ് ആ വരവ് തടഞ്ഞത് ആരാ? അത് ആദർശ് മോന്റെ അമ്മയല്ലേ, ദേവയാനിയല്ലേ? ഓ, അത് ശരിയാണല്ലോ.
ഉം അതൊക്കെ അമ്മായിയമ്മയ്ക്ക് മരുമകളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, അത്രയ്ക്ക് അവര് തമ്മിൽ സ്നേഹത്തിലായോ കനകെ? എന്താ ഗോവിന്ദേട്ട, പിന്നെ സ്നേഹത്തിലാവത്തില്ലേ? നമ്മുടെ മോള് ആദർശന്റെ അമ്മയ്ക്ക് സ്നേഹം മാത്രമല്ല പകർന്നു കൊടുത്തത്, അവളുടെ കരളും കൂടിയാ പകർന്നു കൊടുത്തത്. അപ്പൊ പിന്നെ സ്നേഹം ഇരട്ടിക്കല്ലേ ഉള്ളൂ. ഗോവിന്ദേട്ടാ, നമ്മുടെ മോള് ആദർശന്റെ അമ്മയ്ക്ക് വെറും മരുമകളല്ല, സ്വന്തം മോള് തന്നെയാ. സ്വന്തം മോള് ഞാൻ സ്നേഹിക്കുന്നേക്കാൾ കൂടുതലാ ദേവയാനി സ്നേഹിക്കുന്നത്, അറിയാമോ? അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അല്ല, ഇനി ഇതിന്റെ പിന്നിൽ മറ്റു വല്ല നാടകം കാണുമോ ഗോവിന്ദേട്ട? എന്താ ഗോവിന്ദേട്ട ഇത്? അല്ല, ഗോവിന്ദേട്ട എന്നല്ല, കനക എന്നാട്ടോ ഗോവിന്ദൻ ചോദിക്കാം. അപ്പൊ നമ്മുടെ കനക പറഞ്ഞു, ഹേയ്, ഒരു നാടകവും ഇല്ല ഗോവിന്ദേട്ട. ദേ, കനകയ്ക്ക് അല്ല, കനകയ്ക്ക് എന്നല്ല, ദേവയാനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അവർക്ക് പിന്നെ നയനെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇന്നലെ വരെ മോളുടെ ശത്രു ആയിരുന്നു മോളുടെ അമ്മായിയമ്മ. ഇനി അങ്ങോട്ട് മോളെ ചേർത്ത് പിടിക്കുന്ന സ്വന്തം അമ്മയാ. പിന്നെ എന്തുകൊണ്ടാ കനക ഇത്രയും നാളും അവരിൽ നിന്നെല്ലാം അവർ മൂടി വെച്ചത്? അതെന്തിനായിരിക്കും? അത് എല്ലാവർക്കും പേടിയല്ലേ. പിന്നെ മോളാണ് ആദർശന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേവയാനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അല്ല, ഇതിനകത്ത് എന്തൊക്കെയോ കല്ലുകടി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഈ സംഭവം ആദർശം അറിയേണ്ടതല്ലേ? എന്റെ ഗോവിന്ദേട്ട, അതാ ഞാൻ പറഞ്ഞത്. ആ കല്ലുകടി നീങ്ങണമെങ്കിലേ ഇനി നമ്മുടെ മോള് സത്യം പറയണം, നമ്മളോട് സത്യം പറയണം. എന്നാലേ ആ കല്ലുകടി മാറത്തുള്ളൂ. ഹാ, അതിരാ നവ്യക്കൊപ്പം നയന മോളെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത്. ഹാ, അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്നേ ഈ കനക പറഞ്ഞു തരാം. ഈ കനകയുടെ കയ്യിലുണ്ട് കുറെ കളികള്. ഈ കനക ഒരു കളി കളിക്കാൻ പോവുക ഗോവിന്ദേട്ടാ. ഈ കനകയുടെ കളി നോക്കി കാണാം എന്നൊക്കെ നമ്മുടെ കനക പറയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്തപുരി തറവാടാണ്. അപ്പൊ അനി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. അനിക്കാണ് ഒരു സമാധാനവും ഇല്ല. അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നന്ദുവിന്റെ മെസ്സേജ് വരികയാണ് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ മെസ്സേജ് വന്ന ഉടനെ തന്നെ നമ്മുടെ അനി എടുത്ത് നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന്റെ ഫോട്ടോയാണ് കേട്ടോ. ചിക്കൻ ബോക്സ് ഒക്കെ ബാധിച്ച് കിടക്കുമല്ലായിരുന്നോ? അപ്പൊ ഫോട്ടോ കണ്ട ഉടനെ നമ്മുടെ അനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അനി ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നു, സൂം ചെയ്യാതെ നോക്കുന്നു, അടുപ്പിച്ച് നോക്കുന്നു, അകത്തി നോക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, വേണ്ട, വിളിക്കണ്ട, എന്റെ മനസ്സറിഞ്ഞിട്ട് അവള് ഫോട്ടോ അയച്ചത്, വെറുതെ എന്തിനാ ഞാൻ വിളിച്ച് അവളെ ശല്യപ്പെടുത്തുന്നത്, അതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഫോട്ടോ ഇങ്ങനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിന്റെ ഫോട്ടോ നോക്കുന്നത് ശരിയൊന്നുമല്ല. പക്ഷെ നമ്മുടെ അനിക്ക് നോക്കാതിരിക്കാനും പറ്റത്തില്ല. അനാമികയുടെ കയ്യിലിരിപ്പ് അതാണല്ലോ. ഏതായാലും ഫോട്ടോ കണ്ടിട്ട് സത്യത്തിൽ നമ്മുടെ അനി ഇങ്ങനെ കരയാണ് കേട്ടോ. ഫോട്ടോ കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ മറ്റു സാഹചര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഇങ്ങനെ കരയുന്ന ഒരു സീനാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനെയാണ്. അഭിയാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കിടന്നിട്ട് നമ്മുടെ അനഘ വിളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. തനിക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞതും നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ ഗൾഫിലേക്ക് പോയതെന്നും ഇപ്പൊ തിരിച്ചു വന്നത് വേറെ ഒന്നിനുമല്ല, എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരാൾ വേണം, അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണം, എല്ലാ പരിചയക്കാരും ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ വേണമല്ലോ, അതിനുവേണ്ടി തന്നെ ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കാണ്. ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല നമ്മുടെ അഭിക്ക്. അപ്പോഴത്തേക്കാണ് നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പൊ നവ്യ ഈ അഭിയുടെ കിടപ്പും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു, എന്താ നീ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന്. ഞാൻ നാളെ പോയതിനു ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കായിരിക്കും. ആരുടെയൊക്കെ പിന്നാലെ പോകണമെന്നും ആരെയൊക്കെ കൊണ്ടുവരണമെന്നും. ഞാൻ പോകുന്നത് നിനക്ക് വലിയ ആശ്വാസം ആയിരിക്കുമല്ലോ. നീ എന്തിനാ നവ്യ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓരോ മനസ്സിൽ സങ്കല്പിക്കുക, അത് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുക, അതേ ഉള്ളൂ നിനക്ക്. എന്റെ മനസ്സ് എന്താണെന്ന് നിനക്ക് അറിയാലോ. നിന്റെ മനസ്സ് എന്നെ പോലെ പഠിച്ച ആരും കാണത്തില്ല, നിന്റെ അമ്മ പോലും കാണത്തില്ല. നീ നാളെ പോകുന്നതിന് മുമ്പ് അവസാന യുദ്ധത്തിന് വരുവാണോ? 7 മാസമായി നിന്റെ കുഞ്ഞ് എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട്. ഇത്ര ദിവസത്തിനിടയിലെ നീ എന്നെ കുറിച്ച് ആലോചിക്കണ്ട, ആ കുഞ്ഞിനെ കുറിച്ചെങ്കിലും നീ ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീ സ്നേഹത്തോട് ഒരു ദിവസം പോലും എന്റെ അരികിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അഭിനയിച്ചു വന്നിട്ടുണ്ട്. എടി, നീ എപ്പോഴും എന്റെ അരികിലല്ലേ. നീ എന്നെ വിട്ട് പോകുമ്പോഴല്ലേ എനിക്ക് നിന്റെ നഷ്ടം മനസ്സിലാകത്തുള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ സ്നേഹം കൂടും. അതൊക്കെ നല്ല മനസ്സുള്ള ആളുകളുടെ കാര്യമാ. ഇത് അതുപോലെ ആവില്ല. ഞാൻ അകന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമായിരിക്കും. നീ അടുത്ത നിമിഷം തന്നെ അതൊക്കെ ആഘോഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ തിരുത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല നവ്യെ. പിന്നെ നിന്റെ അനിയത്തി ഒരു ജോഡി സാരി നിനക്ക് മേടിച്ച് തന്നല്ലോ, അതിന്റെ കൂടെ സമ്മാനങ്ങളൊന്നും മേടിക്കണ്ട എന്ന് കരുതിയ ഞാനൊന്നും മേടിക്കാതെ ഇരുന്നത്. നിനക്കും ഇതൊക്കെ നേരത്തെ ആവായിരുന്നല്ലോ, മേടിച്ചു തരായിരുന്നല്ലോ. അനിയത്തിയും അനിയന്മാരും ഒക്കെ മേടിച്ചു തന്നാലും ശരി, ഭർത്താവ് തരുന്ന സമ്മാനങ്ങളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക സുഖമുണ്ട്. അത് കൊള്ളില്ലെങ്കിൽ പോലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റാരും തരുന്നേക്കാളും വലിയൊരു സമ്മാനം അത്. അത് നീ മനസ്സിലാക്ക. എടി, നീ രാവിലെ പോകണ്ടല്ലേ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക. ഞാൻ ഉറങ്ങിയിട്ട് വേണമായിരിക്കും നിനക്ക് ആരെങ്കിലും വിളിക്കാൻ.
ഓ എൻ്റെ പൊന്ന് നവ്യ നീ വെറുതെ വിട എന്നെ എന്നും പറഞ്ഞിട്ട് അഭി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. നമ്മുടെ നവ്യ ഈ സമയത്ത് പോയി കിടന്ന് ഉറങ്ങാണ്. അഭി വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ആലോചിച്ച് പറക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അഭിക്കാണെങ്കിൽ ഇപ്പൊ ആകാശത്തിനും അല്ല, സോറി, ചെകുത്താനും കടലിനും നടക്കാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കുക, ഓഹോ ഒരുത്തി എന്നെ കാർന്ന് നിന്നോണ്ടിരിക്കുക, അതിന്റെ കൂടെ ഇപ്പൊ ഇവളും ഓരോന്ന് ഇങ്ങനെ കിടന്ന് പറയുക. എൻ്റെ ഈശ്വര ഞാൻ എന്ത് ചെയ്യുമോ എനിക്ക് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അഭിക്കാണെങ്കിലും സത്യം പറഞ്ഞാൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടു പോയി. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.